ബാംഗ്ലൂരിൽ ഇപ്പോൾ ഭയങ്കര തണുപ്പും നല്ല മഞ്ഞും ഒക്കെയാണ്. പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. അമ്മൂനെ ഞാൻ വിട്ടു, ഇടയ്ക്ക് പോയി നോക്കും, അങ്ങനെയാണ്. പിന്നെ അവൾ ഇടയ്ക്ക് അകത്ത് കയറി വന്നപ്പോൾ ഞാൻ അവളെ അകത്താക്കിയ അപ്പം പുറത്ത് പോകാനുള്ള വഴക്കിടുകയാണ്. വഴക്കിടുമ്പോഴൊക്കെ അവൾ ആ സോഫ മുഴുവൻ മാന്തി മാന്തി കീറും. അപ്പം അതാണ് അവളുടെ ഹോബി, മാന്തി കീറും, പോയി എവിടെയും ഒളിച്ചിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിക്കാം, അവൾക്ക് ഫുഡും കൊടുത്തു. അങ്ങനെ രാവിലത്തെ പണി ഇതൊക്കെയാണ്. ലഞ്ചായി. പിന്നെ പെട്ടെന്ന് ദിവസം പോയി ഒത്തിരി ക്ലീനിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6 മണിയായപ്പോഴത്തേക്ക് അവൾ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഒരു 6:30 സമയമായപ്പോഴത്തേക്കും അരുൺ ഓഫീസിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, മേലെ കളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. എന്നും അവൾക്ക് ടെറസിൽ രാവിലെ വൈകുന്നേരം പോകണം. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ലായിരുന്നു, ഫുൾ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ലഞ്ചാണ് ഇപ്പോൾ ഡിന്നറായിട്ട് കഴിക്കുന്നത്. കുറേ ലേറ്റായി കഴിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ കഴിച്ച് കഴിയുന്നവരെ അവൾ വെയിറ്റ് ചെയ്തു. പിന്നെ വാതിൽ തുറക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ പറയുക, ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു അവൾക്ക്. പുറത്തൊന്നും ജസ്റ്റ് ഇറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥ. അങ്ങനെ അവളെ ഞാൻ എന്തായാലും പുറത്ത് വിടാമെന്ന് വിചാരിച്ചു, കാരണം ഫുൾ ടൈം ഡിപ്രസ്ഡ് ആയിരിക്കേണ്ട വിചാരിച്ചിട്ട്. രാത്രി ഇതൊരു 7:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ ഇരുട്ടാവുന്നുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത, വയനാട്ടിനേക്കാളും കൂടുതൽ തണുപ്പാണ് ഇപ്പോൾ ബാംഗ്ലൂർ. അപ്പോൾ അങ്ങനെ ടെറസിൽ അഴിച്ചു വിട്ടു. അപ്പോൾ അഴിച്ചു വിട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നോക്കുമ്പോൾ മേലെ പോയിട്ട് ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യാണ്. പിന്നെ വിചാരിച്ച് പോവാന്ന്. അങ്ങനെ പോയി തിരിച്ചു വന്നു. ഞങ്ങളൊരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. അവളുടെ കറക്റ്റ് സമയത്ത് പോയി കിടന്നു ഉറങ്ങി. അങ്ങനെ സിനിമയെല്ലാം കണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.